ഏകദേശം 90കളുടെ മധ്യത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഓപ്പൽ എന്ന ബ്രാൻഡ് ജനറൽ മോട്ടോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ അതിന് പല കാരണത്താൽ ആ പ്രയാണം ഇന്ത്യയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് അതിനൊക്കെ കാലങ്ങൾക്ക് മുമ്പ് 1982 മാനുഫാക്ചർ ചെയ്തതും 87 ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതുമായ ഈ ഓപ്പൽ ആസ്കോണയുടെ കാര്യമാണ്. നമസ്കാരം, വിലോസിറ്റിയിലേക്ക് സ്വാഗതം. ശരിക്കും അന്നത്തെ കാലത്തെ വാഹനങ്ങളുടെ നിർമ്മിതി, പ്രത്യേകിച്ചും ജർമ്മൻ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ബിൽഡ് ടു ലാസ്റ്റ്, സേഫ്റ്റി എന്നുള്ള ഈ രണ്ട് USPs ആയിരുന്നു എല്ലാ ജർമ്മൻ വാഹനങ്ങളുടെയും പ്രത്യേകത. അതായിരുന്നു നമ്മൾ ഇന്നത്തെ തലമുറയിലെ ഒരു കാറുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഇതിൻ്റെ മെറ്റൽ ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 90 കിലോ ഭാരമുള്ളതാണ്. എൻ്റെ ഭാരത്തെ പോലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഷീറ്റ് മെറ്റലാണ് ഇതിൻ്റെ ബോഡിയുടെ നിർമ്മാണം. അന്നൊക്കെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി ആയിരുന്നു. കാര്യം ABS ഇല്ല, എയർ ബാഗ്സ് ഇല്ല, മറ്റ് സേഫ്റ്റി മെഷേഴ്സൊന്നുമില്ല. വാഹനത്തിന് എത്ര സ്ട്രെങ്ത് ഉണ്ടോ അതാണ് സേഫ്റ്റിയുടെ ഒരു മാനദണ്ഡം. നിങ്ങൾ ഒരു ജർമ്മൻ കാർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ ഓപ്പൽ അസ്കോണ 1982 മോഡലാണ്. എൻ്റെ അച്ഛൻ മസ്കറ്റിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഇത് അച്ഛൻ 1982 ഈ വണ്ടി എടുക്കുന്നത്. 87 ഇവിടെ കൊണ്ടുവന്നത് അല്ലേ? 83 ആണ് മസ്കറ്റിൽ കൊണ്ടുവന്നത്. മാനുഫാക്ചർ 1982. 82 മാനുഫാക്ചർ ചെയ്തു. 83 മസ്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. 87 അവിടുന്ന് കൊച്ചി വഴി കൊണ്ടുവന്നു. അന്ന് ഈ ബെൻസ് ഒക്കെ എടുക്കാൻ ഉള്ള ഇതുണ്ടായിട്ട് അന്ന് ബെൻസ് എടുക്കാതിരുന്നതിൻ്റെ കാരണം, ബെൻസ് എന്ന് പറയുന്ന അന്നത്തെ നമ്മുടെ റോഡ് വളരെ മോശമായിരുന്നു. അപ്പം അത്രയും വലിയ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ റോഡിന് പറ്റാത്തതുകൊണ്ടാണ്. അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഓപ്പൽ. ജർമ്മൻ മെയ്ഡാണ്. പിന്നെ ജർമ്മൻ്റെ ചാൻസലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഓപ്പലാണ്. ഈ വണ്ടി അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വേണ്ടുന്ന പാർട്സുകളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂടി അവിടുന്ന് ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ ബുക്ക് ചെയ്ത് കൊച്ചിയിലാണ് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്ത് അവിടുന്ന് കസ്റ്റം ക്ലിയറൻസ് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ സ്പെസിഫിക്കേഷൻ കൊടുത്ത് ഈ പെയിൻറ്റ് ഇതിന് പ്രത്യേക അഡീഷണൽ കോസ്റ്റോടെ കൊടുത്തിട്ടാണ് സിൽവർ മെറ്റാലിക് കളർ അടിപ്പിച്ച് കൊണ്ടുവന്നതാണത്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ്. അതെ, നോൺ AC വേണമെന്ന് വന്ന് പറഞ്ഞു. അതെ, നോൺ AC വേണം. കാരണം അന്ന് AC കൂടെ ഫിറ്റ് ചെയ്ത വണ്ടിയാണെങ്കിൽ ഒരു 30,000 രൂപയ്ക്ക് മേളിൽ അഡീഷണൽ ഡ്യൂട്ടി ആകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രൊവിഷൻസ് മുഴുവനുണ്ട്. അതിൻ്റെ കംപ്രസർ കൂടെ വെച്ചാൽ മാത്രം മതി. ഇപ്പോഴും ഇത് ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. വണ്ടിക്കൊക്കെ നല്ല കണ്ടീഷനാണ്. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ നമുക്കതിനകത്ത് ഇരിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ വളരെ കംഫർട്ടബിളാണ്. നമുക്കിനി ഈ ഓപ്പൽ അസ്കോണയുടെ ഒരു ഡ്രൈവ് ഇവാലുവേഷൻ ഒന്ന് നടത്തി നോക്കാം. ഇതിൻ്റെ എൻജിൻ 1598 cc എഞ്ചിനാണ്. 1.6 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഇൻലൈൻ ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ 54 HP ആണ്. ഇതിൻ്റെ ടോർക്ക് 96 Nm അറ്റ് 2400 RPM ആണ്. 0 to 100 20 സെക്കൻഡ്സിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ കാലത്ത് അത് നല്ല ഒരു പവർഫുൾ കാറെന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി 22 km/L. നമ്മളൊരു കമ്പാരിസൺ ചെയ്യേണ്ടത് 1982 എന്ന് പറയുമ്പം ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ഡീസൽ കാർ എന്ന് പറഞ്ഞാൽ അംബാസഡർ ആണ്, BMC എൻജിൻ. അപ്പോൾ അംബാസഡർ പുതിയ വണ്ടി എടുത്താൽ പോലും അതിൻ്റെ മൈലേജ്, ഫ്യൂൽ എഫിഷ്യൻസി അന്നൊക്കെ ഒരു 12 km കൂടുതൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ ടോപ്പ് സ്പീഡ് ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ അംബാസഡറിൻ്റെ ടോപ്പ് സ്പീഡ് അന്ന് BMC എൻജിന് 70 അല്ലെങ്കിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്ത 75 km ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ഇത് ഈസിലി 140 ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതിൽ 130 km ഞാൻ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം പോണ്ടിച്ചേരി പോയപ്പോഴായിരുന്നു. ശരിക്കും ഈ കാറ് എൻ്റെ ഹാൻഡ്ലിങ്ങിനെ പറ്റി പറഞ്ഞാൽ നല്ല സ്പീഡിൽ പോയാലും നമുക്ക് കോർണർ ചെയ്യാനൊന്നും
ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ സെൽഫ് അഡ്ജസ്റ്റിംഗ് സസ്പെൻഷനാണ്, അതായത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്ന പോലെ. അത് നമുക്ക് ഇന്ത്യയിലൊക്കെ വരുന്ന ഒരു 2000 ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും വ്യാപകമായി തുടങ്ങിയത്. അപ്പോൾ ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ ഈസിയാണ്, വണ്ടിക്ക് നല്ല റോഡ് ഗ്രിപ്പാണ്. അതുകൊണ്ട് ശരിക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാർസ് പോലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ഒരു സ്പീഡ് നമ്മൾ അറ്റൈൻ ചെയ്തിട്ട് കോർണർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഈ കാറിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല നല്ല ഹാൻഡ്ലിംഗ് ആണ്. വണ്ടിയുടെ ബോഡി വെയിറ്റ് ഒരു കാര്യമാണ്, പ്ലസ് അതിൻ്റെ സസ്പെൻഷനും. ജർമ്മൻ എഞ്ചിനീയറിംഗിൻ്റെ ഒരു മാവൽ തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഓപ്പൽ അസ്കോണ 1982 മോഡലാണ്. എൻ്റെ അച്ഛൻ മസ്കറ്റിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. അതന്ന് ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോയ്സ് ഉണ്ടായിരുന്നത് ഒന്ന് മെർസിഡീസ് W124ഉം പിന്നെ ഇതുമായിരുന്നു, ഓപ്പൽ അസ്കോണ. എന്തായാലും ജാപ്പനീസ് വണ്ടിയെക്കാളും അന്നേ ജർമ്മൻ വാഹനങ്ങളോടായിരുന്നു കൂടുതൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നത്. W124ന്റെ ഒരു പ്രോബ്ലം അന്ന് വിചാരിച്ചിരുന്നത്, ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബൾക്കി ആയിരിക്കും, ഇന്ത്യൻ റോഡ്സിന് അത് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു. ഇത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും ആ കാലത്ത് 82-ൽ വാഹനം എടുത്തിട്ട് 87-ലാണ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അന്ന് പോലും ഇവിടുത്തെ റോഡുകളൊക്കെ ചെറുതായിരുന്നു. അപ്പം ഇതുപോലും ഹാൻഡിൽ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. നല്ല വീതി കൂടിയ റോഡിൽ കൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു, ഹൈവേസ് പോലത്തെ സ്ഥലങ്ങളിൽ. പക്ഷെ ഇപ്പം അത് സ്ഥിതി മാറി. ഇതിനേക്കാളും വലിയ വലിയ കാറുകൾ ഇപ്പോൾ ഇവിടെ വന്നു. അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അന്ന് ഇന്ത്യൻ നിരത്തുകളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വണ്ടി എന്ന് പറയുന്നത് അംബാസഡറാണ്. ഡയമെൻഷൻ വൈസ്, ലെങ്ത് വൈസ് ഓൾമോസ്റ്റ് അംബാസഡറിന് സിമിലർ ആണ്. പക്ഷെ ഈ വണ്ടിക്ക് ബ്രെഡ്ത്ത് കൂടുതലാണ്. ഒപ്പൽ ആസ്കോണ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നത് 1970 to 1988 ആയിരുന്നു. അത് 3 ജനറേഷൻസിലായിരുന്നു ഇറങ്ങിയത്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി. നമ്മൾ ഈ ഓടിക്കുന്ന വാഹനം ഇതിന്റെ ലാസ്റ്റ് ജനറേഷൻ ആയിരുന്നു, ടൈപ്പ് സി. ഇത് അൺലൈക്ക് പല ജർമ്മൻ മാനുഫാക്ചറേഴ്സിനെ കമ്പയർ ചെയ്താൽ അന്നത്തെ ഒരു കോണ്ടംപററി ഡിസൈൻ എന്നൊക്കെ പറയാം. കാര്യം ഇപ്പം മെർസിഡീസ് ആയാലും BMW ആയാലും ഓഡി ആയാലും അതിൻ്റെ ഡിസൈൻ കൂടുതൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആയിരുന്നു. ഇത് കുറച്ചുകൂടെ ഷാർപ്പ് ടിപ്ഡ് ആയിട്ടുള്ള ബോണറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ കൊറിയൻ മാനുഫാക്ചറേഴ്സും പിൽക്കാലത്ത് ജാപ്പനീസ് മാനുഫാക്ചറേഴ്സും ഒക്കെ അഡാപ്റ്റ് ചെയ്തത്. ഇപ്പോൾ കൊറിയൻ മാനുഫാക്ചറേഴ്സ് എന്ന് പറഞ്ഞാൽ ദേവു, ഹ്യുണ്ടായി ഒക്കെ പല ഡിസൈൻസും ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സുസുക്കി ഒക്കെ പല മോഡൽസും ഇതുപോലത്തെ ഡിസൈനിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. അത് അന്നത്തെ കാലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്ന് തന്നെ പറയാം. പിന്നെ റെയർ നോക്കിക്കഴിഞ്ഞാൽ പല ജർമ്മൻ കാർസിൻ്റെയും പോലത്തെ സിമിലർ ഡിസൈൻ തന്നെയാണ് റെയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ടെയിൽ ലാമ്പും ബോട്ടും ആ ഒരു ഡിസൈൻ ശരിക്കും ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ്. ബോക്സി ടൈപ്പ് മാത്രമല്ല, ആ ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്ററൊക്കെ ഒരുപാട് വണ്ടികൾക്ക് സിമിലർ ആയിരുന്നു. മെർസിഡീസിന്റെ തന്നെ W123യുടെ ഒക്കെ W123, അതേപോലെ പഴയ 3 സീരീസ് BMWന്റെ അതിൻ്റെയൊക്കെ ആ ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ ഇതുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് നമുക്ക് തോന്നി. ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ചുകൂടെ നമുക്ക് എന്താ ബക്കറ്റ് സീറ്റിന്റെ ആ പ്രോപ്പർ ഒരു ഇത് കിട്ടുന്ന രീതിയിലാണ്. അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ആ റൈഡിങ് കംഫർട്ട്, നമുക്ക് ഡ്രൈവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. അതായത് റോഡുമായിട്ട് കൂടുതൽ അടുത്തൊരു കോണ്ടാക്ട് പോലെ. പക്ഷെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കാണാമല്ലോ ഇപ്പോഴേ ഉള്ള വാഹനങ്ങൾക്ക് പലതിനും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യൻ ഡ്രൈവേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ഹൈ സീറ്റ് പൊസിഷനാണ്. എന്നാൽ ജർമ്മനിയിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ കൂടുതലും റോഡുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഒരു
ഒരു താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. പണ്ടത്തെ മാരുതി എസ്റ്റീമിലും ഒക്കെ ആക്സസ് ഇത്തിരി പാടാണ്, കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് മുട്ടിന് വേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേ സിമിലർ ഒരു ഇത് തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ കോൺഫിഡൻസ് തരുന്നത് എന്നെ പോലെ ഒരു ഡ്രൈവറിന് ഇതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ആ റോഡുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വളരെ അധികം തോന്നും. വേറൊരു പ്രത്യേകത ഇതിന്റെ ഗിയർ റേഷ്യോ ആണ്. ഇപ്പം നമ്മൾ 30 കിലോമീറ്റർ സ്പീഡിൽ 4th ഗിയറിലാണ് പോകുന്നത്. 4th ഗിയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പ് ഗിയർ 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. എന്നാൽ പോലും ഇതിന്റെ ഡ്രൈവ് ഷാഫ്റ്റ് ഇടിക്കുന്നത് പോലെയോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പം ആ ഒരു 30 കിലോമീറ്റേഴ്സ് സ്പീഡിലും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇത് ഒരു 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇതിന്റെ റിവേഴ്സ് എൻഗേജ് ചെയ്യുന്ന ഇതുപോലെ ഇതിന്റെ ഈ ഒരു ഭാഗം ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഓപ്പൽ അസ്കോണയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഈ വാഹനത്തെ പറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ അടുത്ത ഒരു കിടിലം വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ, ഹാപ്പി മോട്ടറിംഗ്.